നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണല്ലേ ചോറും കപ്പയും ഒക്കെ. ഇത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കഴിക്കുന്ന രീതിയും അളവൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ നമ്മുടെ ചോറും കപ്പയും ഒക്കെ ബാലൻസ് ആയി കഴിക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ ചോറും കപ്പയും ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് നല്ല കാർബോഹൈഡ്രേറ്റ് സോഴ്സുകളാണ്. അതേപോലെ തന്നെയാണ് ഓട്സും, അതേപോലെ നമ്മുടെ ചെറുധാന്യങ്ങളായിട്ടുള്ള മില്ലറ്റ്സും ഒക്കെ തന്നെ. ഇവരിൽ ചെറിയ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതൊക്കെ കഴിക്കാവുന്നതാണ്, ആരോഗ്യത്തിന് നല്ലതുമാണ്. പക്ഷെ നമ്മൾ അതിന്റെ അളവുകൾ ശ്രദ്ധിക്കുക. എങ്ങനെ ഈ ഒരു ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലേറ്റ് തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് എടുക്കാറ്? കുറേ ചോറ് എടുക്കും, അല്ലെങ്കിൽ കുറേ കപ്പ എടുക്കും, അത് കുറച്ച് കറികളുമായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഈ രീതി ഒന്ന് നമ്മൾ മാറ്റി പിടിച്ചാൽ മതി. ഒരു 8 ഇഞ്ചിന്റെ പ്ലേറ്റ് നമ്മൾ എടുക്കുക. അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 1/4 പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് സോഴ്സുകൾ എടുക്കുക. നെക്സ്റ്റ് 1/4 പോർഷൻ നമ്മൾ പ്രോട്ടീൻ സോഴ്സ് എടുക്കുക. അത് ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കനോ എഗ്ഗോ ഫിഷോ അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റേറിയൻ സോഴ്സ് എന്ന് വരുന്ന നമ്മുടെ പനീർ, ടോഫു, കടല, പയർ വർഗ്ഗങ്ങൾ ഏതും ആകാം. നെക്സ്റ്റ് നമ്മുടെ ഹാഫ് പ്ലേറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുക. അതായത് കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, നമ്മുടെ തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ്, ഈ ഒരു തരത്തിലുള്ള ഐറ്റംസ്, അതേപോലെ ഇലക്കറികളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു പ്ലേറ്റിന്റെ ഹാഫ് പോർഷനിൽ എടുക്കാം. ഇതിന്റെ കൂടെ നമ്മൾ ഉച്ചയ്ക്കാണെങ്കിൽ അല്പം മോരോ തൈരോ കൂടി എടുത്താൽ കുടലിന്റെ ആരോഗ്യത്തിനുള്ള പ്രോബയോട്ടിക്സ് അഥവാ നല്ല ബാക്ടീരിയ സോഴ്സ് നമുക്ക് കിട്ടും. കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് നമ്മൾ കോംപ്ലക്സ് കാർബായിട്ടുള്ള അരി, ഗോതമ്പ്, ധാന്യവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് നമ്മുടെ ചേന, ചേമ്പ്, കപ്പ, ഇതൊക്കെ സ്റ്റാർച്ചി ആയിട്ട്, അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഇവരെയും നമുക്ക് എന്താണ് പ്ലേറ്റിന്റെ 1/4 പോർഷൻ മാത്രമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ നേരവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും ഒരു മടിയും കൂടാതെ കഴിക്കാൻ പറ്റും. നമ്മൾ പട്ടിണിയിട്ട് നമ്മളെ തന്നെ ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. കഴിക്കുന്ന വസ്തുവിലല്ല മോശം വരുന്നത്, എടുക്കുന്ന അളവിലും കഴിക്കുന്ന രീതിയിലുമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് നമ്മളൊന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഫുഡ് കാരണമുള്ള മിക്ക പ്രോബ്ലംസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. വെയിറ്റ് മാനേജ്മെന്റും വെയിറ്റ് ലോസിനും ഒക്കെ നോക്കുന്നവർക്കും ഡയബറ്റീസ്, BP ഒക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നവരുമാണെങ്കിൽ ഈ ഒരു രീതി നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും അത്. നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക്, സെഡൻറ്ററി ഓർ ലൈറ്റ് ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്നവർക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഹെവി വർക്ക്, പറമ്പിലൊക്കെ പണിയെടുക്കുന്നവർ, കുറേ എനർജിയും ഒക്കെ വേണ്ടി വരുന്നവരാണെങ്കിൽ ഇതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് എനർജി കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ സോഴ്സ് നമുക്ക് അല്പം കൂട്ടാം. അതിലൂടെ നമുക്ക് എഗെയിൻ നമ്മുടെ ബോഡിയുടെ നീഡ്സിനനുസരിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന അനുസരിച്ച് പോർഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ബോഡിയുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതിലല്ല, അത് നമ്മൾ സ്മാർട്ടായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതി കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും ബെനിഫിറ്റ് ആയിരിക്കും.